ഇത് അങ്ങ് അറ്റം വരെ അവിടം വരെ കയറാനുണ്ട്. ഹായ്, ഇതാണ് മുള അഥവാ ഇല്ലി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇല്ലിക്കൽ കല്ലാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് അത്യാവശ്യം നമുക്ക് ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ്. ഈ വണ്ടിയിൽ ടാങ്കിൽ വെള്ളം നിറച്ച് കൊണ്ടുവരുന്നതാണിത്. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വണ്ടിയിൽ വേണം, ജീപ്പിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജീപ്പിൽ ആളാകുന്നത് വരെയുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കണമെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ 2-3 കടകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ഇവിടെ തന്നെ നിന്നിട്ട് നല്ല രസമുണ്ട്. നമുക്ക് നേരെ ഓപ്പോസിറ്റ് വലിയൊരു മല കാണാൻ പറ്റും. നേരെ ഓപ്പോസിറ്റ് അല്ല, ഇവിടെ ചുറ്റും മലയാണ്. നല്ല ഭംഗിയാണ് ഇവിടെ. അപ്പൊ നമുക്കപ്പോൾ ടിക്കറ്റ് എടുക്കാം. എനിക്ക് ടിക്കറ്റ് സാധാരണ സ്ഥലങ്ങളിലൊന്നും വേണ്ട, ചോദിച്ചു നോക്കാം ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. യെസ്, താങ്ക് യു. സാധാരണ ഡിഫറെന്റ് ലേബിളിന് ഇതുപോലെ ടിക്കറ്റ് മേടിക്കാറില്ല. ഞാൻ പോയിടത്ത് പൊതുവെ ഫ്രീ ആണ്, പക്ഷെ ഇവിടെ ഉണ്ട് കേട്ടോ. 8 മണി തൊട്ട് 5 മണി വരെയാണ് ഇവിടെ എൻട്രി ടൈം. 6 മണിക്കാണ് എക്സിറ്റ് ടൈം വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ജീപ്പിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് പോകാവുന്നതാണ്. നമുക്ക് പോവാം. നമുക്ക് പോകാനുള്ള വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുപേര് വേറെ നമ്മുടെ കൂട്ടത്തിൽ കുറച്ചുപേരും കൂടെ ഉണ്ട്. നമുക്ക് വേഗം പോവാം. നമ്മളിപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇപ്പോൾ 1.5 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ട് പിന്നെ ഇവിടെ കുറച്ച് കടകളുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് ഇനി ബാത്റൂം ഫെസിലിറ്റി ഇല്ല, അത് താഴെ ഉള്ളൂ. നമുക്കിനി അങ്ങ് പൊക്കത്തേക്ക് കുറച്ചധികം നടക്കാനുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ചേട്ടാ 2 മോരും വെള്ളം. ചേട്ടാ ഈ എന്ത് സാധനമാണിത്? ഈ ഉണ്ട പോലത്തെ ഈ ഈന്തപ്പഴത്തിന്റെ ചെറിയ സാധനം, അതെന്തിനാണ്? വെറുതെ കഴിക്കാൻ? ഇത് നമ്മൾ ഈ ചൂടുണ്ടാക്കുന്ന സാധനത്തിന്റെ കായാണ് ചുറ്റിൻ്റെ. അത് ഈന്തപ്പഴത്തിന്റെ ഒരു വകഭേദമാണ്. ഇത് കഴിക്കാൻ കൊള്ളാവുന്നതാണ്. വേറെ ദോഷഫലങ്ങളൊന്നും ഇല്ല. അല്ലല്ല, ഇത് ഇതുപോലെ ഇത് കണ്ടില്ലേ? അത് തനിയെ ഉണ്ടായിരുന്നു. അത് തന്നെ. അതാണ് നല്ല കുഴപ്പമൊന്നുമില്ല. കഴിക്കാൻ കൊള്ളാവുന്ന മധുരമുണ്ട്, ചെറു മധുരമുണ്ട്. കഴിച്ചു നോക്കി. കറുത്തത് എടുത്തോ, കഴിച്ചു നോക്കി. കുഴപ്പമില്ല. കൊള്ളാം. ചെറിയൊരു മധുരമുണ്ട്. അധികമില്ല, തിന്നാൻ അധികമില്ല. കുരുവാണ് എൻ്റെ കൂടുതൽ പോഷനുള്ളത്. കഴിക്കാൻ ഒരു ഇച്ചിരി ഉള്ളൂ. ഈന്തപ്പഴം പോലെ തന്നെ ഒരു കുരുവൊക്കെ ആയിട്ട് ഇച്ചിരി ഈന്തപ്പഴത്തിന്റെ അതേ കുരുവിന്റെ നീളം കുറഞ്ഞിട്ട് ഉണ്ടായിട്ടിരിക്കുന്ന പോലെ രസമുണ്ട്. ഇത് ഈന്തപ്പഴത്തിന്റെ ഒരു എന്താണ്, ജൂനിയർ അല്ലെ ടൈനി ഈന്തപ്പഴം എന്നൊക്കെ പറയില്ല, അതുപോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ ചുറ്റീന്ത് എന്നാണ് ഇതിന്റെ പേര്. ഇതിലുണ്ടാവുന്നതാണ് ഈ കുരു. ഇതിന്റെ ഉണ്ടായി വരുന്നത് അതേ ഇവിടെ നിൽപ്പുണ്ട്, കൊലയായിട്ട് നിൽപ്പുണ്ട്. ഇതിന് എന്താ പേരൊന്നും അറിയില്ല. ഈന്തപ്പഴത്തിന്റെ വേറെ വല്ലതും പേരും ഉണ്ടോന്ന് അറിയില്ല. പേരറിയാവുന്നവർ കമന്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഇതിന്റെ ചെടി. ഏകദേശം ഈന്തപ്പന പോലെ തന്നെയുണ്ട്. അതിൻ്റെ ഒരു ഏകദേശ ഷേപ്പും അതിൻ്റെ ഇലയും ഏകദേശം അതുപോലത്തെ തന്നെ എല്ലാം കൊണ്ടും ഒരു ചെറിയ അപരൻ, ഈന്തച്ചെടിയുടെ അപരൻ എന്നൊക്കെ പറയാം. അതുപോലൊക്കെ തന്നെ ഉണ്ട്. ഇത് നമ്മൾ ഉദ്ദേശിച്ചാണ് കേട്ടോ. നമ്മളെ തന്നെ ഉദ്ദേശിച്ചാണ്, നമ്മൾ മാത്രം ഉദ്ദേശിച്ചാണ്. നമുക്കിപ്പോൾ അതിൻ്റെ പൊക്കത്താണ് നമുക്ക് കയറാനുള്ളത്. നമുക്ക് നടന്ന് തന്നെ കയറണം, വേറെ ഓപ്ഷനില്ല. ചെറിയ മഴക്കാരൊക്കെ ഉണ്ട്, വെയിലൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് കയറാൻ പറ്റിയ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ. ഇങ്ങനെ നടക്കുമ്പോൾ എന്തായാലും മടുപ്പറിയൂല. പതിയെ നിന്ന് കയറിയാൽ മതി കേട്ടോ. തിരക്ക് പിടിച്ച് കയറാതിരുന്നാൽ മതി. ആസ്വദിച്ച് മല കയറിയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ മടുക്കൂല.
ഞാൻ കയറുന്നതിന് മുന്നേ വിചാരിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് കാഴ്ചയിൽ ഞാൻ വിചാരിച്ചത്. കാരണം കുത്തുകയറ്റമായിരുന്നു. പിന്നെ കാണുമ്പോൾ ഒത്തിരി ദൂരമുള്ള പോലെ തോന്നി. പക്ഷേ കയറി വന്നപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ, അധികം ദൂരവും ഇല്ല, അത്രയും ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ പൊക്കത്ത് എത്തി കഴിയുമ്പോൾ വേറൊരു ഫീലാണ്. നല്ല രസമുണ്ട് ഇവിടുത്തെ. നമ്മളിപ്പോൾ ഇല്ലിക്കക്കല്ലിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇല്ലിക്കക്കല്ല്. ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, പിന്നെ കുറച്ച് കിളികളൊക്കെ പറക്കുന്നുണ്ട്. മഴപ്പുള്ളെന്നാണ് ഞങ്ങളവിടെ പറയണത്. നല്ല രസമാണ്, അതിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടി നല്ല രസമുണ്ട്. മൊത്തം മൂടൽ കയറിയിട്ട് വേറൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. അതാണ് നമ്മളിതേ വന്ന സ്ഥലം, നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം ഇപ്പോൾ ഒരു പൊട്ട് പോലെ കാണുന്നത്, ചെറിയൊരു ഗ്രൗണ്ട് പോലെ. നമ്മൾ അത്ര ദൂരം വന്നിട്ടോ. ഇപ്പോൾ നമ്മൾ ഏറ്റവും പൊക്കത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് നിൽക്കുന്ന സ്പോട്ടാണിത്. ഇവിടെ നല്ല കാറ്റുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി ഇല്ലിക്കക്കല്ലിൻ്റെ കംപ്ലീറ്റ് ആളുടെ വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും. ഈ നിൽക്കുന്നത് മൊത്തം ഇങ്ങനെ പോയേക്കുന്നത് മൊത്തം ഇല്ലിയാണ്. അത് ഈ ഒരു ഭാഗത്ത് മൊത്തം ഇല്ലിയാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇല്ലിക്കക്കല്ല് എന്നുള്ള പേരൊക്കെ വന്നേക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല, എൻ്റെ ഒരു കണക്കുകൂട്ടലാണ്. ഇപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തിനോരോ പേരൊക്കെ വരുമല്ലോ. അങ്ങനെ ഈ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിലും ആൾക്കാർക്ക് കയറാൻ പറ്റും. അവിടെ വരെ റോഡുണ്ട്. അതിന് ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ എത്താൻ പറ്റും. എനിക്കൊന്നും അതിൻ്റെ ഏകദേശം അടുത്ത് വരെ വണ്ടി വരുമെന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ പൊക്കത്ത് കയറി നിന്നപ്പോൾ ആ മലയുടെ പൊക്കത്ത് ആൾക്കാർ നിൽക്കുന്ന ഞാനൊരു പൊട്ട് പോലെ കണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചെറിയൊരു ഇടയ്ക്കത്തെ ഒരു സ്പോട്ടിലാണ്. ഇവിടെ നല്ല രസമുണ്ട്. ഇവിടെ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്ന് നമുക്ക് എനിക്കൊന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ തോന്നുന്നു. വേറെ നമുക്ക് പ്ലാസ്റ്റിക് കവറുകളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ ഒന്നും നമ്മളങ്ങനെ വേസ്റ്റ് ഇടാൻ പാടില്ല. അതാണല്ലോ നമ്മൾ ആദ്യം കണ്ടത് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത്. ആണെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ കഴിക്കണമെങ്കിൽ ഇവിടെ ചെറിയ 2-3 കടകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ഇവിടെ തന്നെ നിന്നിട്ട് നല്ല രസമുണ്ട്. ഇവിടെ ഈ കടയിൽ കഴിക്കാൻ വേണ്ടി ഉപ്പിലിട്ട നെല്ലിക്കയുണ്ട്, മാങ്ങയുണ്ട്, പിന്നെ തണ്ണിമത്തങ്ങ ജ്യൂസ് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പിന്നെ പച്ചമാങ്ങ ഉപ്പുമുളകൊക്കെ ഇട്ടതുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ബ്രെഡ് ഓംലെറ്റ് ആണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് കഴിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അല്ലേ? ഇവിടെ നമുക്കിങ്ങനെ ചെറുതായിട്ട് കഴിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ. നമുക്ക് ലഞ്ചൊന്നും കഴിക്കാനുള്ള വലിയ കടകൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ വരുന്നതിന് മുന്നേ ആവശ്യത്തിന് വയറൊക്കെ നിറച്ച് വരിക. കാരണം മലയൊക്കെ കയറുമ്പോൾ പെട്ടെന്ന് നമുക്ക് വിശക്കും. അങ്ങനെ ചെറുതായിട്ട് നമുക്ക് കഴിക്കാനോടെ കിട്ടും. പിന്നെ ഞാൻ കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്.